സിപിഐ മന്ത്രിമാരുടെ ബഹിഷ്കരണ ഭീഷണിക്കിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വൈകുന്നേരം 3:30ക്കാണ് മന്ത്രിസഭാ യോഗം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സിപിഐ മന്ത്രിമാരുടെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് മുൻപ് സമവായമുണ്ടായില്ലെങ്കിൽ സിപിഐ മന്ത്രിമാർ പങ്കെടുക്കില്ല. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രിയും CPM ജനറൽ സെക്രട്ടറിയും ഒക്കെയും ഇടപെട്ടിട്ടും ഇതുവരെയും സമവായത്തിൽ എത്താത്ത പ്രശ്നമാണ്, തർക്കമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് ആവർത്തിച്ച് CPI പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭാ യോഗം ഇന്ന് രാവിലെ ആണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിയത് ഒരുപക്ഷെ സമവായത്തിന് കൂടുതൽ സമയം ലഭിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ ഈ അവസാന നിമിഷം, ഈ അവസാന മണിക്കൂറുകളിൽ ചർച്ച ചെയ്ത് സമവായത്തിലേക്ക് എത്തിച്ച് ഈ മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെക്കണോ CPM? അങ്ങനെ ഒരു സമവായത്തിന്റെ വഴി തുറക്കുന്നുവെന്ന സൂചന നൽകാൻ വേണ്ടി തന്നെയാണ് മന്ത്രിസഭാ യോഗം രാവിലെ 10 മണിക്ക് ചേരേണ്ട മന്ത്രിസഭാ യോഗം 3:30യിലേക്ക് മാറ്റിയത്. അതിന് കാരണം അതുതന്നെയാണ്. മന്ത്രിസഭാ യോഗം മാറ്റാനുള്ള കാരണം ഒരു സമവായത്തിന് തയ്യാറാണ് സർക്കാർ, CPM എന്ന ഒരു സൂചന നൽകാൻ തന്നെയാണ്. പക്ഷെ എത്രത്തോളം സമവായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമവായത്തിന്റെ പല നീക്കങ്ങൾ നടക്കുന്നു. ഏതായാലും സംസ്ഥാനത്തെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണെന്ന് ഈ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചത്. ഇപ്പോഴും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല CPI മന്ത്രിമാർ. ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എന്തെങ്കിലും വഴികൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കണ്ണൂരിൽ പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് രാത്രി അവിടെ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പക്ഷെ എന്താണ് വഴി? CPI ഒറ്റ നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കരാറിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ കരാർ റദ്ദാക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകണം. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാൻ നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. അതിൽ ഒരു ഇഞ്ച് പോലും അവർ മുന്നോട്ട് പോയിട്ടില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളോട് ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ ദുരവിഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര സഹായം നേരിടാൻ തയ്യാറെടുക്കാൻ CPM ആ തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഒരുപക്ഷെ മുന്നണി ബന്ധം വിച്ഛേദിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ അരുണിലേക്ക് ഞാൻ മടങ്ങി എത്താം. ടെലിഫോൺ ലൈനിൽ ചെറിയ തടസ്സം നേരിടുന്നുണ്ട്. എന്തായാലും സമവായ നീക്കത്തിന് സമയം കാണുക തന്നെയാണ് CPMന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 10:30ക്ക് നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം ഉച്ചകഴിഞ്ഞ് 3:30യിലേക്ക് മാറ്റിയത്. ഈ അവസാന മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം സംസാരിച്ച് പരിഹരിച്ച് CPI മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം കടുത്ത നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. ഒരു തരത്തിലും ഈ PM ശ്രീ പദ്ധതി റദ്ദാക്കുന്നതിലൂടെ അല്ലാതെ ഒരു സമവായത്തിനും ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ CPI നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല CPI മന്ത്രിമാർ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കാനും കൂടുതൽ വിശ്വാസത്തിലെടുക്കാനും CPMന് കഴിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. LDFനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ മണിക്കൂറുകളാണ് ഇന്നത്തെ ദിവസം അവർക്ക് മുന്നിലുള്ളത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ തുടരാം. പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എങ്ങനെയാകും ഈ ഒരു സമവായം എന്നുള്ളത് തന്നെയാണ്. സമവായത്തിനുള്ള വഴികളൊന്നും CPMന് മുന്നോട്ട് വയ്ക്കാനില്ല. മുന്നോട്ട് വയ്ക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് കേന്ദ്രത്തെ കത്തിലൂടെ അറിയിക്കുകയും വേണം. അതിന് പിന്നീട് നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആദ്യം അതെങ്കിലും വേണം. അതല്ലാതെ ഒരു ഒത്തുതീർപ്പുമില്ലാതെ തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. മന്ത്രിമാരോട് മന്ത്രിസഭയുടെ മാറി നിൽക്കാൻ അങ്ങനെയെങ്കിൽ CPI ആവശ്യപ്പെടാൻ പോലും തയ്യാറെടുക്കുകയാണ്. ആ തീരുമാനം എന്നുണ്ടാകണമെന്നില്ല. 4-ാം തീയതി CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗമാകും അത്തരം നയപരമായ ഏറ്റവും കടുത്ത രാഷ്ട്രീയ തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആലോചന നടക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിന്റെ തീയതി ഇതുവരെയും ആയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ആ തീയതി തീരുമാനിച്ചേക്കാം. അടിയന്തരമായ ഒരു ഇടതുമുന്നണി യോഗം ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CPI കടുത്ത അമർഷത്തിലാണ്, ഒരു പ്രതിസന്ധിയിലാണ്. CPM സമാനമായി നേരത്തെയൊക്കെ ഈ CPI അനുവദിപ്പിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷ CPI നേതൃത്വത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രതീക്ഷകൾ മങ്ങുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും CPI വിട്ടുനിന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമാകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് CPM മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ മാറ്റിവെച്ച തീരുമാനം PM ശ്രീയിൽ ഒപ്പിട്ടത് അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. മന്ത്രിസഭയെ വിശ്വാസത്തിലെടുക്കാത്ത നടപടിയാണ്. അതുമായി യോജിക്കാൻ കഴിയുന്ന കത്ത് നൽകിയിരുന്നു. ആ കത്ത് വളരെ നിർണായകമാണ്. കാരണം
മന്ത്രിസഭയിലെ 4 മന്ത്രിമാരാണ് മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്ത് മന്ത്രിസഭാ തീരുമാനത്തെ മറികടന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയെന്ന് അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ചില അഭ്യൂഹങ്ങളൊക്കെ ഇന്നലെ രാത്രി മുതൽ പരക്കുന്നത് CPI ആശങ്കപ്പെടുത്തുന്നതുമായ അഭ്യൂഹങ്ങളും പരന്നിരുന്നു. CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിന്നാൽ CPM മറ്റൊന്നും നോക്കാതെ ഈ മന്ത്രിസഭാ യോഗത്തിന് അനുമതിയില്ലാതെയാണ് ഇപ്പോൾ കരാറിൽ ഒപ്പിട്ടതെങ്കിൽ പോലും അതിന് മന്ത്രിസഭാ യോഗത്തിന്റെ റെക്ടിഫിക്കേഷൻ ആവശ്യമാണ്, അംഗീകാരം ആവശ്യമാണ്. അതിനുള്ള നീക്കം പോലും ഇന്ന് ഉണ്ടായിരിക്കുന്ന ചില സൂചനകളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നു. പക്ഷേ CPM അത്ര ഒരു കടുത്ത നടപടിക്ക് പോകില്ല എന്ന് കരുതുന്നവരാണ് CPM-ലും കൂടുതലുള്ളത്. അങ്ങനെ വന്നാൽ പൂർണ്ണമായും മുന്നണി ബന്ധം വഷളാവുന്ന നിലയിൽ കാര്യങ്ങൾ എത്തും. CPI ഒന്നുകൂടി പ്രകോപിപ്പിക്കുന്ന ഒന്നായി മാറും. ഒരുപക്ഷെ 4-ാം തീയതി വരെ കാത്തിരിക്കാതെ അവർ ഈ മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അത്തരമൊരു നീക്കം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ രാഷ്ട്രീയ മണിക്കൂറുകളിലൂടെയാണ് ഇടത് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത്. സമവായ ചർച്ചകൾക്ക് മാത്രമാണോ CPM തയ്യാറാക്കുക? മുഖ്യമന്ത്രിക്ക് അടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹം നേരിട്ട് ചർച്ച ചെയ്തിട്ടും മന്ത്രിമാർ വഴങ്ങാത്തതിനും അപ്പുറത്തേക്ക് ഒരു കത്ത് നൽകും. ആ കത്ത് പിന്നീട് ഒരു നിയമപ്രശ്നമായി കൂടി മാറാൻ സാധ്യതയുള്ള കത്താണ്. ആ കത്തിലൊക്കെ മുഖ്യമന്ത്രിക്ക് അടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ അതൃപ്തി ഉണ്ടെങ്കിലും ഏത് വിധേനയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്ന് CPM നേതൃത്വം ആഗ്രഹിക്കുന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ട് ഇന്നലെ ബിനോയ് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പുകൾക്ക് വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാൻ ബേബിക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് CPI-യുടെ ഓൺലൈൻ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഏതായാലും അത്തരത്തിൽ പല തലങ്ങളിൽ പല തരത്തിൽ സമവായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു മറുപടി അത് ഈ കരാറിൽ നിന്ന് പിന്മാറുകയോ പിന്മാറണമെന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകുകയോ ചെയ്യുകയെങ്കിലും ചെയ്യാതെ ഈ പ്രതിസന്ധികൾ അവസാനിക്കില്ല. ഈ നിലപാടിൽ നിന്ന് CPI പിന്നോട്ട് പോകില്ല. അവർക്ക് അങ്ങനെ പിന്നോട്ട് പോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഏതായാലും 45 വർഷം നീണ്ട സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നണി കടന്നുപോകുന്നത്. അതും 3ാം തുടർഭരണം എന്ന ഉറപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ദിവസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനിരിക്കുമ്പോൾ അസാധാരണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി രാഷ്ട്രീയം. അരുൺ, ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം 2 ഫോർമുലകൾ ഈ വിഷയത്തിൽ PM ശ്രീയിൽ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് CPI. അപ്പോൾ അതിനപ്പുറം CPIയെ വിശ്വാസത്തിലെടുക്കുവാൻ വേണ്ടി കൂടുതൽ വിട്ടുവീഴ്ചകൾക്കൊന്നും CPM തയ്യാറാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടോ? മറ്റു വഴികൾ CPM-നുമില്ല. CPM ഇതുവരെയും കടുത്ത നിലപാടൊക്കെ തുടർന്നെങ്കിലും ഇങ്ങനെ CPIയെ പ്രകോപിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3ാം തുടർഭരണമാണ് അവർ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അതിനും അപ്പുറത്തെ പ്രശ്നങ്ങളിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് ഇടതുമുന്നണി രാഷ്ട്രീയം നീങ്ങുമെന്ന സാഹചര്യമുണ്ടാകും. തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ നോക്കിയാൽ മാത്രമല്ല മുന്നണിയായി തന്നെ പോകണം. ഇത്രയും നാൾ CPM-ഉം ഇടതുമുന്നണി CPI-ക്ക് അവകാശപ്പെട്ട ഇത്രയും സുശക്തമായ മുന്നണി, ഇത്രയും ഐക്യമുള്ള മുന്നണിയാണ് ഇടതുമുന്നണി എന്നായിരുന്നു. പക്ഷേ ആ ഐക്യബോധവും എല്ലാം നഷ്ടപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോഴും CPI മുന്നണി വിട്ടു പോകാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അത്ര ആലോചനകൾ പോലും അവർക്കില്ല. പക്ഷേ അവർ മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് തന്നെ തീർച്ചയായും മുന്നണി അനൈക്യത്തിന്റെ വലിയ വിളംബരമായി മാറും. അത് ഒരു കാരണവശാലും ഇടതുമുന്നണി നേതൃത്വം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആഗ്രഹിക്കുന്ന ഒന്നല്ല. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ് LDF-നെ സംബന്ധിച്ച് മുന്നിലുള്ളത്. CPIയെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമോ, അനുനയം നീക്കം വിജയമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കണ്ടറിയാം.